ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ അടൂർ പ്രകാശിലേക്ക് എത്തും എന്ന ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ ഇടതുപക്ഷം അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. പല പരിപാടികളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. വളരെ അടുത്ത ബന്ധമുണ്ട്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയിലേക്ക് എത്തിച്ചതടക്കം അടൂർ പ്രകാശാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ SIT അതിനിർണായകമായ ഒരു നീക്കം ഈ കേസിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഇപ്പോൾ UDFന്റെ കൺവീനർ ആയിരിക്കുന്ന അടൂർ പ്രകാശിനെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. SITയുടെ ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലുകളിൽ ഉദ്യോഗസ്ഥരിലേക്കും മറ്റ് തലത്തിലൊക്കെ എത്തിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് എത്തിയിരിക്കുന്നു. VS അനു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. VS അനു, നേരത്തെ അടൂർ പ്രകാശിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ഒരു കേസിന്റെ മെറിറ്റിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു നടപടി ഇപ്പോഴാണ് വരുന്നത്. SIT ചോദ്യമുനയിലേക്ക് അടൂർ പ്രകാശ് എത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. അതിനിർണായകമായ ഒരു നീക്കമാണ് SIT നടത്തുന്നത്. നേരത്തെ 13 പേർ അറസ്റ്റിലായി. പല ആളുകൾ SIT ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പല ആളുകളും പിന്നീട് റിമാൻഡിലായ ആളുകൾ ഒന്നൊന്നായി പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം പോകുന്നത്. VS അനു ചേരുകയാണ്. VS അനു, ഇപ്പോൾ അടൂർ പ്രകാശ് SITക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്യാൻ SIT കഴിഞ്ഞ മാസം തന്നെ തീരുമാനിച്ചതാണ്. ഈ ഡേറ്റ് ഏത് വേണം എന്നുള്ള കാര്യത്തിലായിരുന്നു ഒരു കാരണം ഈ പ്രത്യേകിച്ചും ഈ കുറ്റപത്രം ഈ മാസം തന്നെ കൊടുക്കാനൊരു നീക്കം പ്രത്യേക സംഘം നടത്തിയിരുന്നു. പക്ഷേ കൂടുതൽ അന്വേഷണ വ്യാപ്തി മാറിയതോടുകൂടി അത് മാറി. അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യലും ഈ ഒരു കാലതാമസം ഉണ്ടായത്. ഏതായാലും അടൂർ പ്രകാശ് MPയെ ഇപ്പോൾ പ്രത്യേക സംഘം ചോദ്യം ചെയ്ത് വരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുകൂടാതെ തന്നെ ഈ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ഗോവർദ്ധൻ, ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് മണ്ഡല എന്നിവർ ഉൾപ്പെടെയുള്ളവരുമായി അടൂർ പ്രകാശ് നിൽക്കുന്ന അടക്കമുള്ള ഫോട്ടോകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഇപ്പോൾ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവസരമുണ്ടാക്കിയത് പോലും അടൂർ പ്രകാശ് ആണ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ശബരിമല അന്നദാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത ദിവസം അടൂർ പ്രകാശ് MPയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയൊക്കെ വന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം അടൂർ പ്രകാശിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേക സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. അതേസമയം ഈ സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കൾക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് അടൂർ പ്രകാശ് MB, അതുപോലെ തന്നെ ആന്റണി ഉൾപ്പെടെയുള്ളവർ ഈ സോണിയാഗാന്ധിക്കൊപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ സ്വർണ്ണം വാങ്ങിയവരും വിറ്റവരുമായ ഉൾപ്പെടെയുള്ള ആളുകളുടെ മേൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ്. അത് വെച്ചിട്ടാണ് CPM ഈ വിഷയത്തെ പ്രതിരോധിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അടൂർ പ്രകാശ് MPയെ പ്രത്യേക സംഘം ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. VS അനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഈ CPIMന്റെ നേതാക്കളായിട്ടുള്ള ആളുകളിലേക്ക് അന്വേഷണം, പ്രത്യേകിച്ച് പത്മകുമാറിലേക്ക് ഈ കേസ് ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ഇതൊക്കെ CPM എന്ന് പറയുന്ന ഘട്ടത്തിൽ ആണ്, ആ അർത്ഥത്തിലാണ് വലിയ പ്രചാരണം ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക്, പ്രത്യേകിച്ച് UDF കൺവീനറായ ഒരാൾ, കോൺഗ്രസിന്റെ MP ആയിരിക്കുന്ന ഒരാൾ, ആ അർത്ഥത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് കൂടി ഈ അന്വേഷണം വരുമ്പോൾ ഇന്നലെ പോലും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യണം എന്ന തരത്തിൽ ഒരു പ്രതിരോധം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് നേരത്തെ ഈ പറയുന്ന ഒരു കാര്യം, ഒപ്പം ഫോട്ടോയ്ക്ക് ഒപ്പം നിൽക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, അങ്ങനെ ചോദ്യം ചെയ്യേണ്ട എന്നുള്ള അദ്ദേഹം ആദ്യ ഘട്ടം മുതൽ ഉയർത്തുന്ന ഒരു വാദമാണ്. പക്ഷെ ഇവിടെ അതല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം വിവിധ ഇടങ്ങളിൽ അടൂർ പ്രകാശ് പങ്കെടുക്കുന്ന ചിത്രങ്ങളടക്കമുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അടൂർ പ്രകാശ് തന്നെ ഒരു ഘട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുടുംബമാണ് എന്നടക്കം തനിക്ക് പരിചയമുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിണറായി വിജയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ശബരിമലയിൽ അവിടെ ഒരു പോലീസിനെ, ഒരു ആംബുലൻസ്, അതിന്റെ ഉദ്ഘാടനം ഭീമയായിരുന്നു അതിന്റെ സ്പോൺസേഴ്സ്. ഈ ഭീമയ്ക്ക് ഇടനിലക്കാനായി പ്രവർത്തിച്ചയാളാണ് അടൂർ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. മാത്രമല്ല, നമുക്ക് ആ പടം മാത്രമല്ല, ഒരു ദൃശ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ
ഈ ഫോട്ടോ എടുത്തതിന് ശേഷം ഇങ്ങനെ പിണറായി വിജയൻ കയറി പോവുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം നമ്മളെന്ന ന്യൂസ് മലയാളം പുറത്ത് വിട്ടതാണ്. ഏതായാലും അങ്ങനെ രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം അടൂർ പ്രകാശിന് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ സഹിതം അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ സഹിതം ഒക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ SIT ഓഫീസിൽ നടക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്, ആർത്ഥത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നതല്ലാതെ മറ്റു ബന്ധങ്ങളില്ല എന്നൊക്കെ ഒരു പ്രതിരോധം തീർക്കാൻ അടൂർ പ്രകാശ് നേരത്തെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ഓരോ ഘട്ടത്തിലും പല പല പരിപാടികളിൽ, പ്രത്യേകിച്ച് ഈ അടൂർ പ്രകാശ് പോകുന്ന പല പരിപാടികളുടെയും സ്പോൺസർഷിപ്പ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകളിലായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. അതിലേറെയാണ് ഈ സോണിയാഗാന്ധിയെ പോലെ വളരെയധികം സുരക്ഷയുള്ള ഒരാളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതിന്റെ പിന്നിലും അടൂർ പ്രകാശ് ആണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണം. അതുതന്നെ ഇത്രയും വലിയ ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയത് ആ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ്. തീർച്ചയായും ഈ നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഏറ്റവും അധികം പ്രതിരോധത്തിലായിരുന്നു CPM ആയിരുന്നു. അന്ന് ഈ അടൂർ പ്രകാശിനെതിരായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഒരു ആരോപണമായി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് CPM അതിന്റെ ട്രാക്ക് മാറ്റുന്നത് ഈ ആരോപണം സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് കാണാവുന്നതാണ്. അതായത് സോണിയാഗാന്ധിയുടെ പേര് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. അങ്ങനെ അതിനുശേഷം പല ചിത്രങ്ങളും പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആക്രമണത്തിലേക്ക് CPM അതിന്റെ ട്രാക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടു. ഏതായിരുന്നാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന അടക്കമുള്ള ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കയറ്റിയത്? അതായിരുന്നല്ലോ പോറ്റിയെ കയറ്റിയേ, അത് ആരാണ് എന്ന് ചോദിച്ചത് ആരുടെ കാലഘട്ടത്തായിരുന്നു? അത്